തീർച്ചയായിട്ടും അത് വളരെ ഗുരുതരമായ ഒരു സുരക്ഷാ ഭീഷണി തന്നെയാണ്. അമേരിക്കൻ ചരിത്രത്തിൽ നിരവധി പ്രസിഡന്റുമാർ പല സന്ദർഭങ്ങളിലും ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. മഹാന്മാരായ അബ്രാഹം ലിങ്കൺ, ജോൺ എഫ് കെന്നഡി പോലെയുള്ള പ്രസിഡന്റുമാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ട്രംപിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് നേരെ ഉണ്ടാവുന്ന മൂന്നാമത്തെ വധശ്രമമാണ് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ സംഘടിതമായ കൊലപാതക ശ്രമമാണോ, അതോ ഏതെങ്കിലും വ്യക്തികൾ അദ്ദേഹത്തോടുള്ള വിയോജിപ്പ് കാരണം നടത്തിയിട്ടുള്ള ആക്രമണമാണോ എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ വരേണ്ടിയിരിക്കുന്നു. തുടർന്നോളൂ. ഏതായാലും അമേരിക്കയുടെ അതിനേക്കാൾ അത്തരത്തിലൊരു സംഘർഷാത്മകമായ സാഹചര്യത്തിലൂടെയാണ് ട്രംപ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ വിദേശ നയം, അദ്ദേഹത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ മാഗ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനുശേഷം പിഴച്ചുങ്കം ചുമത്തിക്കൊണ്ട് അദ്ദേഹം തുടങ്ങി വെച്ച വ്യാപാര യുദ്ധം, അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഗസ യുദ്ധം, ഉക്രൈൻ യുദ്ധം, പിന്നെ വെനിസ്വേലയിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ, ഇപ്പോൾ ഇറാനിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ, ഇതെല്ലാം തന്നെ ഒരു വിജയത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ എല്ലാ അർത്ഥത്തിലും ട്രംപിന് കൈപൊള്ളിയ ഒരു സന്ദർഭമാണ് ഇറാൻ യുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ളത്.